വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൊച്ചിയിലെ എൻ്റെ പുതിയ ഓഫീസും പുതിയ ഹോസ്റ്റലൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് പറയുന്നത് ഒരു ഡ്യൂട്ടി ഉള്ള ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റപ്പോൾ നല്ല അസാധ്യമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. നല്ല മടി ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ എണീക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ മടി പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, ഡ്യൂട്ടിക്ക് പോകണമല്ലോ. അതുകൊണ്ട് വേറൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് അവർക്ക് തന്നെ എണീറ്റ് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ടെറസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ടെറസിൽ എന്താ കാര്യം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അത് വേറെ ഒന്നിനുമല്ല, നമുക്ക് അയലിൽ കുറച്ച് ഡ്രസ്സൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു, അതെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ നമ്മളുടെ സ്പെക്സ് ഒന്ന് ക്ലീൻ ആക്കുകയാണ് സ്പ്രേ വെച്ചിട്ട്. അപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് വെറുതെ ഒരു പ്രസന്നത്തിന് മാത്രമാണ് കേട്ടോ ഈ കണ്ണട ക്ലീൻ ആക്കണത് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതൊന്നും എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമൊന്നുമല്ല, ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് ഓർമ്മ വരുമ്പോൾ മാത്രമാണ് കേട്ടോ ഇതിങ്ങനെ സ്പ്രേ വെച്ചൊക്കെ ക്ലീൻ ചെയ്യൽ. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്പെക്സിൻ്റെ ആ ഒരു ബോക്സിലുള്ള ആ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് വൈപ്പ് ചെയ്യൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളെ സ്പെക്സൊക്കെ ക്ലീനാക്കി ഞാനിതാ നേരെ ഇനി ഓഫീസിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. നമ്മളെ ഓഫീസ് നമ്മൾ മുമ്പ് നിന്ന ഓഫീസിനേക്കാളും കുറച്ചും കൂടെ വലിയ ഓഫീസാണ് കേട്ടോ ഇവിടെ എന്ന് പറയുന്നത്. മുമ്പ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്ന ഇതിൻ്റെ ചെറിയൊരു ബ്രാഞ്ചിലാണ്. ഇപ്പം നമ്മൾ എറണാകുളത്തെ മെയിൻ ബ്രാഞ്ചിലാണ് ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഹോസ്റ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ മെസ്സ് വേറെ പുറത്ത് ഏൽപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവർ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറൊക്കെ നമ്മളെ ഓഫീസിലേക്കാണ് കൊണ്ടുതരിക. അപ്പോൾ നമ്മൾ അവിടുന്ന് കളക്ട് ചെയ്തിട്ട് അവിടുന്ന് കഴിക്കാറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ നേരത്തെ ഓഫീസിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ലിഫ്റ്റിൽ കയറിയിട്ട് നേരെ 7th ഫ്ലോറിലേക്കാണ് പോകുന്നത്. ഇതാണ് എൻ്റെ ഫ്ലോർ. 4th ഫ്ലോറിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടുന്ന് ഞാൻ നേരെ 7th ഫ്ലോറിലേക്ക് പോവുകയാണ്. അങ്ങനെ 7th ഫ്ലോറിലെത്തിയിട്ട് നമ്മളിതനി കയ്യൊക്കെ ഒന്ന് കഴുകിയിട്ട്, ഇത് വെറുതെ പ്രഹസനമല്ല കേട്ടോ, ഇത് ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ കയ്യൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഞാനിതനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പമാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ നമ്മളുടെ ഫുഡ് കോർട്ടിലെത്തിയിട്ടുണ്ട്. ഈ ഒരു ഓഫീസിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഫുഡ് കോർട്ടാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയയും കൂടെയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. കമ്പനിയെ അടിപൊളിയാണ്, പിന്നെ കമ്പനിയിലെ ഫുഡ് കോർട്ട് അതിനേക്കാൾ അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ. എനിക്ക് ഞങ്ങളുടെ കമ്പനിയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഏരിയ അവിടെ ഫുഡ് കിട്ടുന്നതുകൊണ്ട് മാത്രമല്ല, അവിടുത്തെ ഒരു ആംബിയൻസ് ഭയങ്കര അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പവും കടലക്കറിയും അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണുന്ന ഈ ഫ്ലവേഴ്സ് അല്ല ഈ ചെടികളൊന്നും ആർട്ടിഫിഷ്യൽ അല്ല കേട്ടോ, അതൊക്കെ ഒറിജിനലാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ചെയർ ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുന്നത് അവരവിടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ചെയറൊക്കെ പൊക്കി വെച്ചിട്ടുള്ളതാണ്. കാരണം ഇപ്പം എല്ലാവരും വരുന്ന ടൈം ആവുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ടാണ് ചെയറൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത്. ആളുകൾ വന്നിട്ടുള്ള തിരക്കിനിടയിലുള്ള വ്യൂ ഞാൻ നിങ്ങൾക്ക് വേറൊരു ക്ലിപ്പായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ ഫുഡ് കോർട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ടുള്ള ഒരു ഗെയിം കോർണറാണ്. ഇവിടെ എനിക്ക് പേരറിയുന്നതും പേരറിയാത്തതൊക്കെ ആയിട്ട് കുറച്ച് ഒരു ഗെയിംസ് ഉണ്ട്. ഇതിനൊക്കെ എന്താ പേരും അറിയാമെന്ന് എനിക്കറിയില്ല. എനിക്ക് പേരറിയുന്ന ആകെ ഒരൊറ്റ ഗെയിം മാത്രമേ ഇവിടെ ഉള്ളൂ, അത് ക്യാരം ബോർഡാണ്. ബാക്കി ഈ രണ്ടെണ്ണത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ഞാനിതുവരെ കളിച്ച് നോക്കിയിട്ടുമില്ല. കാരണം ഇത് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമുക്കതിനോടൊരു ഇൻട്രസ്റ്റ് വേണമല്ലോ. എനിക്ക് നമ്മളെ ഫോണിലെ ഗെയിമാണെങ്കിലും ഇങ്ങനത്തെ ഗെയിമാണെങ്കിലും കളിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഏരിയയിലേക്കൊന്നും വരാറേ ഇല്ല കേട്ടോ. ജസ്റ്റ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഒരു ഏരിയയിലേക്കൊക്കെ വന്നിട്ടുള്ളത്. ഇത് നമ്മളുടെ ഈ ഒരു ഫുഡ് കോർട്ടിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടുന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുന്ന വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കണ്ടത്. പിന്നെ നമ്മൾ ഫുഡ് കോർട്ടിൽ നമുക്കിതാ ഇതേപോലെ ഒരു വെൻഡിങ് മെഷീൻ കൂടിയുണ്ട്. ഈ ഒരു വെൻഡിങ് മെഷീൻ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളത് നമ്മൾ പ്രേമൽ ഫിലിമൊക്കെ കണ്ട സമയത്താണ് ഇതുപോലൊരു വെൻഡിങ് മെഷീൻ ഞാൻ കാണുന്നത്. പക്ഷേ ഇതെനിക്ക് ഫെമിലിയർ ആവുന്നത് സത്യം പറഞ്ഞാൽ നമ്മളെ കമ്പനിയിൽ വന്നതിന് ശേഷമാണ് കേട്ടോ. ഇതിവിടെ ഈ ഒരു വെൻഡിങ് മെഷീൻ്റെ അകത്ത് മെയിനായിട്ടുള്ളത് കുറച്ച് കൂൾ ഡ്രിങ്ക്സ്, ചോക്ലേറ്റ്സ്, പിന്നെ കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഇതേപോലെ ഒരു സ്ക്രീനിൽ, അതിൻ്റെ ഫ്രണ്ടിലുള്ള സ്ക്രീനിൽ ഇങ്ങനെ അവർ ഷോ ചെയ്യും. അത് നമുക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് കാർട്ടിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈൻ വെബ്സൈറ്റിലൊക്കെ ജസ്റ്റ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണ പോലെ തന്നെ പർച്ചേസ് ചെയ്യാം. പിന്നെ പേയ്മെൻറ്റ് നമുക്ക് ഇതേപോലെ QR കോഡ് വരുന്ന സമയത്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ നമ്മൾ എന്താണോ ചൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് അത് ഇതേപോലെ ഈ ഒരു മെഷീൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് ഇതേപോലെ വീഴും. അപ്പം നമുക്ക് അത് എടുക്കാവുന്നതാണ് കേട്ടോ. ഇത്ര സിമ്പിളാണ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും. പക്ഷേ എന്നെപ്പോലെ ഈ ഒരു മെഷീൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതുവരെ യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വെൻഡിങ് മെഷീൻ യൂസ് ആക്കുന്നത്. അപ്പം അതുകൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാനൊരു ലേസും എൻ്റെ ഫ്രണ്ട് ഒരു കിറ്റ്കാറ്റുമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇത് വേറൊരു ദിവസം ഞാൻ ഈ ഒരു മെഷീൻ യൂസ് ആക്കിയ സമയത്ത് എടുത്തിട്ടുള്ള ക്ലിപ്പാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ.
പിന്നെ നമുക്ക് ഒരു സൈഡിലായി ഇതുപോലെ നമുക്ക് ഹോട്ട് വാട്ടറും കൂൾ വാട്ടറും പിന്നെ നോർമൽ വാട്ടറും കിട്ടുന്ന ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. ഇവിടുന്ന് നമുക്ക് ബോട്ടിൽസൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ ഞങ്ങൾ ഫിൽ ചെയ്യാറുള്ളത്. കാരണം നമ്മളെ ഹോസ്റ്റലിൽ ഫുഡ് പ്രൊവൈഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളമാണെങ്കിലും ഫുഡാണെങ്കിലും ഒക്കെ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മളുടെ ഈ ഒരു ഫുഡ് കോർട്ടിൻ്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമുക്ക് കോഫി ആണെങ്കിലും ടീ ആണെങ്കിലും ഒക്കെ മെഷീനിലാണ് കേട്ടോ. അത് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ടീ എടുക്കാത്തതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അത് വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ടീ ടൈം എന്ന് പറയുന്നത് 9 to 12 ആണ്. അപ്പം ആ ഒരു ടൈം ആകുമ്പോഴേക്ക് ഇവർ ടീ ഒക്കെ റെഡി ആക്കുള്ളൂ. അപ്പം നമ്മൾ നേരത്തെ വരുന്നതുകൊണ്ട് നമ്മൾ കഴിച്ച് കഴിയുമ്പോഴേക്ക് ഇത് സെറ്റ് ആവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഏറ്റവും ലാസ്റ്റ് ടീ എടുക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെ ടീയിൽ ഈ ഒരു മെഷീൻ്റെ നമ്മൾ ഒരു കപ്പ് ഇവിടെ ഇങ്ങനെ കഴുകി വെച്ചിട്ടുണ്ടാവും. അത് ഈ ഒരു മെഷീൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചായയാണോ കാപ്പിയാണോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാനെപ്പോഴും ലൈറ്റ് കോഫിയാണ് പ്രിഫർ ചെയ്യാറുള്ളത്. ഇവിടെ പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ബ്ലാക്ക് ടീ അല്ലെങ്കിൽ പിന്നെ സ്ട്രോങ് ടീ അല്ലെങ്കിൽ നോർമൽ ഹോട്ട് വാട്ടർ അല്ലെങ്കിൽ ഹോട്ട് മിൽക്ക്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ടീ തന്നെ നമ്മൾ ഹോട്ട് വാട്ടർ എടുത്തിട്ട് നമുക്ക് കുറേ ടീ ബാഗ്സ് ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഫ്ലേവർ അനുസരിച്ചിട്ട് ടീ ബാഗ്സ് ഇവിടെ ഇടാം. ഇപ്പം ഈ ബോക്സ് അത്ര ഫില്ലല്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ടാണ്. അപ്പം ഇതൊക്കെ ഫുള്ള് ഫില്ലായിട്ട് നിൽക്കും പല പല ഫ്ലേവേഴ്സിൽ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഹോട്ട് വാട്ടർ എടുത്തിട്ട് അതിൽ ഷുഗറും ഈ ഒരു ടീ ബാഗും കൂടെ എടുത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ. ഇതൊന്നും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ടീയും കൂടെ എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇങ്ങനെ ടീയും കൂടെ കുടിച്ചിട്ടാണ് നേരെ നമ്മൾ 4th ഫ്ലോറിലേക്ക് ഓഫീസിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓഫീസിൻ്റെ ആ ഒരു ഏരിയ അല്ലെങ്കിൽ ഓഫീസിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ ഇതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. കാരണം അവിടെ ഒന്നും മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മളെ ഫുഡ് കോർട്ടിൽ ഒരു നമ്മളെ ടീ ടൈം അല്ലെങ്കിൽ നമ്മളെ ലഞ്ച് ടൈം ആവുന്ന സമയത്ത് അവർ ഇതേപോലെ സ്നാക്സും പിന്നെ മീൽസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കണം കേട്ടോ. അപ്പം അത് ഞാൻ ആ ഒരു സമയത്ത് വന്നിട്ട് വീഡിയോ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ആ ഒരു ദിവസത്തേതല്ല, ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ചെയറൊക്കെ ഇപ്പോൾ കണ്ടില്ല, ഫുള്ള് ഫില്ലായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മളെ ഓഫീസിലെ ആ ഒരു എല്ലാ ദിവസവും നടക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഓഫീസിൽ നിന്ന് നേരെ റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഇനി ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. അപ്പം ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് വലിയൊരു ഹൈവേ ആണ്. അപ്പം ഇത് ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ടാണ് കേട്ടോ നേരെ നമ്മൾ ഹോസ്റ്റലിൻ്റെ അവിടേക്കുള്ള റോഡിലേക്ക് ഇറങ്ങുന്നത്. അല്ലെങ്കിൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഒരുപാട് വാഹനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ ഹോസ്റ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. ഹോസ്റ്റലിൽ എത്തിയപ്പോൾ അതാ ഇവിടെ ഒരാൾ കണ്ണും നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ സാധാരണ ഇങ്ങനെ വന്ന് നോക്കി നിൽക്കാത്ത ഒരാളാണ്. അപ്പോൾ എന്താണ് കാരണം എന്നറിയാതെ ഞാൻ നോക്കിയപ്പോഴാണ് അത് അപ്പുറത്ത് വേറൊരാളെ നിന്ന് നോക്കണുണ്ടെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ രണ്ടാളും കണ്ട് നോക്കിക്കുമ്പോൾ ഞാൻ വന്നപ്പോൾ പിന്നെ എൻ്റെ കൂടെ നമ്മളെ പൂച്ചക്കുട്ട നമ്മളെ കൂടെ കയറി കേട്ടോ. ആളിതാ എപ്പോഴും നമ്മളെ ഈ ചെരുപ്പുകളുടെ ഇടയിലാണ് എപ്പം നോക്കിയാലും ആളുടെ കിടത്തെന്ന് പറയുന്നത്. നമ്മളിനി അവിടെ ഡ്രസ്സ് വെച്ച് കൊടുത്താലും കണ്ടില്ല, നമ്മളിത് ഇവിടെ തുണിയൊക്കെ വിരിച്ചു കൊടുത്താലും ആളാ ചെരുപ്പിൻ്റെ ഇടയിൽ തന്നെ കിടക്കുള്ളൂ. അങ്ങനെ നമ്മളിതാ തിരിച്ച് ഹോസ്റ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഫ്രഷായിട്ട് നമ്മൾ ഡിന്നറും കഴിച്ചിട്ട് നേരെ ഇനി കിടന്നുറങ്ങും. ഡിന്നർ നമ്മൾ ഓഫീസിൽ നിന്ന് നമ്മൾ ഓഫീസ് ടൈം കഴിയുമ്പോഴേക്ക് നമ്മളെ മെസ്സിലുള്ളവർ അവിടെ കൊണ്ടുവന്ന് വെക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് നേരെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക. ഇതാണ് നമ്മളെ ഹോസ്റ്റൽ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെയാണ്. 4 ഫ്ലോറായിട്ടാണ് വരുന്നത്. 3 ഫ്ലോർ. അതിൽ 3rd ഫ്ലോറിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ 3rd ഫ്ലോറിൽ തന്നെ 2 റൂമുണ്ട്. 3 പേർക്ക് ഒരു റൂം എന്നുള്ള രീതിയിൽ 6 പേരടങ്ങുന്ന 2 റൂമാണുള്ളത്. അപ്പോൾ നമ്മളെ റൂമിൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇനി ഫ്യൂച്ചറിൽ ആരെങ്കിലും വരണം. അപ്പോൾ നമ്മൾ 2 പേരാണ് ഈ നമ്മളെ റൂമിലുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഡൈനിങ് ഹാളുണ്ട്. പിന്നെ നമ്മളെ തൊട്ടടുത്ത് നമ്മളെ റൂമിൽ പോലെ തന്നെ വേറൊരു റൂമും കൂടെ ഉണ്ട്. ഇത് അവിടുത്തെ ഡൈനിങ് ഹാളിലുള്ള വാഷ് ബേസിനും മിററൊക്കെയാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ കിച്ചണുണ്ട്. കിച്ചൺ പിന്നെ നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ ആരും കുക്ക് ചെയ്യുന്നൊന്നുമില്ല. കാരണം നമ്മളെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കറക്റ്റ് ഒരു ടൈമിങ് വരുന്നില്ല. നമുക്ക് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നേരത്തെ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുക്കിംഗ് നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും കുക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണാണ് ഇത്. നല്ല ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കിച്ചണാണ്. പിന്നെ ഇവിടെ എനിക്ക് എന്താ പറയുക, ഞാനിതുവരെ നിന്നിട്ടുള്ള ഹോസ്റ്റലിനെ അപേക്ഷിച്ചിട്ട് എനിക്ക് കുറച്ചും കൂടെ ഒരു കംഫർട്ടബിളാണ് കേട്ടോ. ഇവിടെ ചെറിയ സ്പേസാണ്. പിന്നെ എന്താണെന്നറിയില്ല, പിന്നെ നമ്മൾ ഓഫീസിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് ഫുഡും വെള്ളമൊന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിലും കൂടിയിട്ട്
എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മളെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഇത് നമ്മളെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ നിന്നപ്പോൾ ജനൽ തുറന്നിടുന്നത് കണ്ടപ്പം ജസ്റ്റ് അത് അടച്ചതാണ് കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മളെ ഹോസ്റ്റലിൻ്റെ ഒരു മൊത്തം ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇനി ഞാൻ കാണിക്കുന്നത് ഇത് നമ്മളുടെ ടെറസാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഫ്ലോർ കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് കയറിയിട്ട് ഏറ്റവും ടോപ്പിലാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് വിരിച്ചിടുന്നത്. പിന്നെ അലക്കാനൊക്കെ ഇവിടെ കല്ല് ഉണ്ട്, കല്ലും പൈപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡ്രസ്സ് അലക്കിയിട്ട് ഇവിടെ അയലിൽ വിരിച്ചിടും. പിന്നെ ഇവിടുന്ന് ഏറ്റവും ടോപ്പിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. വെയിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പിന്നെ എനിക്ക് ഈ ഒരു ഏരിയയിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ അലക്കുകല്ലാണ്. ഇങ്ങനൊരു അലക്കുകല്ല് ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു അലക്കുകല്ല് കാണുന്നത്. എനിക്കത് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി കേട്ടോ. ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്കത് അലക്കുകല്ലാണെന്ന് പോലും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചത് എന്തോ മാർബിൾ കഷ്ണം കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറേ തള്ളി ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു അതിശയം തോന്നി കേട്ടോ. ചിലപ്പോൾ ഇതിന് മുമ്പ് കണ്ടവർക്ക് അത്ര ഒരു സംഭവമായിട്ട് തോന്നില്ല. എനിക്ക് എന്തായാലും നല്ല അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് അലക്കാറുള്ളത്. അലക്കിയിട്ട് ഇവിടെ ഇവർ കെട്ടി തന്നിട്ടുള്ള അയലിൽ തന്നെ വിരിച്ചിടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഓഫീസും പുതിയ ഹോസ്റ്റൽ എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ രാത്രിയിൽ ഇതാ നല്ല മഴ പെയ്തപ്പം മിച്ചറും ചായയും കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഡിന്നറും കൂടെ കഴിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുമ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. പിന്നെ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.